കുഞ്ഞിനെയും കൊണ്ട് ഗുരുവായൂർ നടയിൽ മുല്ലപ്പൂ വിറ്റിരുന്ന ധന്യയുടെ അവസ്ഥ കണ്ടാണ് സുരേഷ് ഗോപി മകളുടെ കല്യാണത്തിന്റെ പൂക്കൾ നൽകാൻ ഓർഡർ നൽകിയത്. അത് മനോഹരമായി ഇവർ ചെയ്തു. പക്ഷേ അതോടെ മറ്റൊരു പ്രശ്നം കൂടി ഈ കുടുംബത്തെ പിടികൂടി. സുരേഷ് ഗോപി ഇവർക്ക് ധാരാളം പണം നൽകി, ഫ്ളാറ്റ് വാങ്ങി നൽകി, കട തുടങ്ങാൻ പണം നൽകി. അങ്ങനെ കഥകൾ ഒരുപാടിറങ്ങി. തന്നു പറഞ്ഞിട്ട് നമുക്കത് കിട്ടിയിട്ടില്ല എന്ന് പറയുമ്പോ ആ ആളങ്ങനെ സഹായിക്കാത്ത ഒരാളാന്നല്ലേ വിചാരിക്കുക. അങ്ങനെയല്ല സത്യത്തില്. ആളോട് നമ്മൾ ഒരു കാര്യം പറഞ്ഞിട്ടില്ല. അതുകൊണ്ട് തന്നെ നമ്മൾ അദ്ദേഹത്തിന്റെ കയ്യിൽ നിന്ന് ഒന്നും മേടിച്ചു വെച്ചിട്ടില്ല. യഥാർത്ഥത്തിൽ അത്തരത്തിലൊരു സഹായം ഇവർ ആവശ്യപ്പെട്ടിട്ടില്ല. സുരേഷ് ഗോപി നൽകിയിട്ടുമില്ല. പക്ഷേ ഇതിന്റെ പേരിൽ പൂക്കച്ചവടം പോലും മുടങ്ങുന്ന അവസ്ഥയാണ്. മാത്രമല്ല പലവിധ ഭീഷണിയുമുണ്ട്. ഭീഷണി വന്നിട്ട് അത് മീഡിയയിൽ, അത് ക്യാമറയിൽ ഇവരെ പെട്ടില്ല. അപ്പം ഞങ്ങളോടവിടെ കച്ചവടം ചെയ്ത് കഴിഞ്ഞാൽ ഞങ്ങൾ അങ്ങനെ ചെയ്യും ഇങ്ങനെ ചെയ്യും എന്നൊക്കെ പറഞ്ഞ് ഭയങ്കര ഭീഷണി. പക്ഷെ ഞാൻ ഇല്ലാത്ത സമയത്ത് എൻ്റെ വൈഫിന് എന്തെങ്കിലും സംഭവിച്ചു പോയി കഴിഞ്ഞാൽ ഞാൻ എന്ത് ചെയ്യും? അങ്ങനത്തെ ഒരു അവസ്ഥയൊക്കെയാണ് ഇപ്പോൾ ഞങ്ങളിപ്പോൾ തരണം ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഒരു സഹായം ലഭിച്ചു എന്നതിന്റെ പേരിൽ രാഷ്ട്രീയമായി പോലും വേട്ടയാടുന്നുവെന്നാണ് ധന്യയും കുടുംബവും വ്യക്തമാക്കുന്നത്. മാതൃഭൂമി ന്യൂസ്, തൃശൂർ.